അസ്സലാമലൈക്കും. എല്ലാ മുത്തുമണിക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടിങ്ങനെ പോവുകയാണ്. പിന്നെ റസീനാൻ്റെ മക്കളെ അവസ്ഥകൾ ഭയങ്കരമാണ്. കാരണം ഉമ്മയും ഭയങ്കര വിഷമത്തിലല്ല ഉള്ളത്. വല്ലാത്തൊരു വിഷമത്തിലായിപ്പോയി. കാരണം ആ സ്ത്രീ ഒന്നും അറിയാതെ പെട്ടുപോയി. അത് നോക്കുമ്പോൾ ഒരു 3 കുട്ടികളുള്ള ആ പെണ്ണ് ഒരിക്കലും മരിക്കുകയില്ല. മക്കളെ വിചാരിച്ചിട്ടെങ്കിലും മരിക്കുകയില്ല. പക്ഷെങ്കിൽ ആ പെണ്ണ് ഒരുപാട് അപമാനിച്ചു പോയിട്ടുണ്ടാവും. റോഡ് സൈഡിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് അപമാനിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ ആ കുട്ടികളുടെ അവസ്ഥകൾ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമത്തിലാണ് ഉള്ളത്. ഉമ്മയുടെ അവസ്ഥകളും ഇനി അവർക്ക് ആര് താങ്ങായിട്ടുണ്ട്? അല്ലാഹ് അല്ലാതെ വേറെ ആരുണ്ട് അവർക്ക് താങ്ങായിട്ട്? എല്ലാവരും നമ്മൾ പറയുന്നു ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ എത്ര പണിയുണ്ട്. സാധനം ഉണ്ടായാൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പണിയില്ലേ? പിന്നെ ആ കുട്ടികളെ പരിപാലിക്കേണ്ട, കുട്ടികളെ ഡ്രസ്സ് തിരുമ്പി കൊടുക്കേണ്ട, അതെല്ലാം ജോലികളുണ്ട് കുട്ടികൾക്ക്. അത് സ്വന്തം ഉമ്മ ചെയ്യുന്ന പോലെ ആർക്കും അങ്ങനെ ചെയ്യാനൊന്നും കഴിയില്ല. കാരണം പിന്നെ സ്വന്തം ഉമ്മ തന്നെയല്ലേ. ഉമ്മ പോയി കഴിഞ്ഞാൽ മക്കളുടെ അവസ്ഥകൾ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെ. അള്ളാഹു അവർക്ക് മക്കൾക്ക് നല്ലൊരു സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട് എല്ലാ പ്രേരണയും എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടാനും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ മക്കളാലോചിക്കുമ്പോൾ ഭയങ്കര വിഷമത്തിലാണുള്ളത്. ഇത് ചെയ്യാൻ അള്ളാഹിൻ്റെ വിധിയെന്ന് പറയാം. അതാ പറയുന്നത്, നമ്മളെല്ലാം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അൽഹംദുലില്ലാ.